പല സ്ത്രീകളുടെയും കണ്ണീർ കഥകൾ ഉള്ളുപൊള്ളുന്ന വേദനയോടെയാണ് കേൾക്കാറുള്ളത്. നമ്മുടെ വീടുകളിലെ അമ്മമാർ മുതൽ പെൺമക്കൾ വരെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. വിവാഹം കഴിഞ്ഞാൽ പിന്നീട് ദുരിതം മാത്രം നേരിടാൻ വിധിക്കപ്പെട്ടവർ. കോഴിക്കോട് കൊയിലാണ്ടിയിലെ സുധ എന്ന വീട്ടമ്മയുടെ കഥ കരളലിയിപ്പിക്കുന്നതാണ്. ഭർത്താവിൻ്റെ മദ്യപാനവും ശാരീരിക പീഡനവും കുറേ സഹിച്ചവളാണ്. മക്കൾ വലുതായി കഴിഞ്ഞാലെങ്കിലും ദുരിത ജീവിതത്തിന് അറുതി ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ ഭർത്താവ് കുട്ടിക്കൃഷ്ണൻ മൂക്കറ്റം മദ്യപിച്ചാണ് വീട്ടിലെത്തിയത്. വഴക്കിനിടെ അയാൾ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു. അതിനിടെ സുധയെ വെട്ടുകത്തിക്കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ രാത്രിയോടെ പോലീസ് പിടികൂടി. കൊയിലാണ്ടിയിലെ ബാറിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കൊയിലാണ്ടി പൊയിൽക്കാവ് ബീച്ചിന് സമീപം 4 സെന്റ് ഉന്നതിയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. 52-കാരിയായ സുധയെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തെ താൽക്കാലിക ഷെഡിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് പോലീസ് കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന രക്തം പുരണ്ട വാക്കത്തി കണ്ടെടുത്തിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജിയോ ടാഗിങ്ങിനെത്തിയ തൊഴിലാളികളാണ് രാവിലെ മൃതദേഹം ആദ്യം കണ്ടത്. സുധയെ വിളിച്ചിട്ട് കാണാതിരുന്നതിനെ തുടർന്ന് ഷെഡിൽ പരിശോധിച്ചപ്പോൾ ഉറുമ്പുകൾ അരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഭർത്താവ് കുട്ടിക്കൃഷ്ണനാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സ്ഥിരം മദ്യപാനിയായ കുട്ടിക്കൃഷ്ണനും സുധയും തമ്മിൽ വീട്ടിൽ പതിവായി വഴക്കുണ്ടാകാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൊലപാതകം നടന്ന സമയത്ത് വീട്ടിൽ ഇവർ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അടുത്തടുത്ത് മറ്റ് വീടുകളുണ്ടെങ്കിലും പുലർച്ചെ വീട്ടിൽ നിന്ന് ബഹളമൊന്നും കേട്ടിരുന്നില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. കുടുംബവഴക്കാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന സംശയത്തിലാണ് പോലീസ്. ദമ്പതിമാർക്ക് 1 മകനും 2 പെൺമക്കളും ഉൾപ്പെടെ 3 മക്കളാണുള്ളത്. ഇതിൽ ആൺകുട്ടി കുട്ടിക്കൃഷ്ണന്റെ ആദ്യ വിവാഹത്തിലെ മകനാണ്. പെൺമക്കൾ 2 പേരും വിവാഹിതരായി ഭർത്തൃവീടുകളിലാണ് താമസിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.